ഞാനിന്ന് വപ്പക്കായിട്ടാ കറി വെക്കണത്. ഞാൻ എന്റേതായ രീതിയിൽ കറി വെക്കണത് കേട്ടാ. അപ്പൊ വപ്പക്കായ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായി തന്നെയാ. സാധാരണ എല്ലാവരുടെ വീടുകളിലും വപ്പക്കായ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യവും ഞാൻ വപ്പത്തൈ വെച്ചിട്ടും പിടിച്ചു കിട്ടാറില്ല. ഒന്നുമില്ല വാടി പോവും, അല്ലെങ്കിൽ പിടിച്ചു കിട്ടി കായ ഉണ്ടാവണ സമയമാകുമ്പോ മഴ പെയ്യുമ്പോ അത് ഉറത്തുളച്ച് പോവും, അല്ലെങ്കിൽ കായ കുഞ്ഞു കായായിട്ട് അത് മുഴുവൻ വാടിപ്പോവും. അങ്ങനെ പല പ്രാവശ്യവും അതാ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം ഉണ്ടായി. പക്ഷെ നമ്മുടെ ക്ടാങ്ങളുണ്ടല്ല, അവർക്ക് ഇത് വെച്ചു കൊടുത്താൽ അവർക്ക് അത് ഇഷ്ടാവില്ല. പക്ഷെ ഡോക്ടർമാര് പറയാ വപ്പക്കായ കഴിക്കണം, പഴുത്തത് കഴിക്കണം, കറി വെച്ച് കഴിക്കണം എന്നാണ്. എനിക്ക് കഴിഞ്ഞല്ലാണ് അതിന്റെ ഗുണങ്ങൾ മനസ്സിലായത്. ഞാൻ കീമോ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് എനിക്ക് കൗണ്ട് കുറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞത് ഇതാണ് വപ്പക്കായ കഴിക്കാനായിട്ട്. അത് ദൈവം അറിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വപ്പക്കായ പിടിച്ചു കിട്ടിയിട്ടാ. ചിലവര് ഇതിനെ ഓമക്കായ എന്നും പറയൂട്ടാ. പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് പറയുക. ഇത് കനം കുറച്ച് അരിയണത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഞാൻ നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി വാല വെച്ച് എടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ചീഞ്ചിട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി. പിന്നെ ഞാനിതിൽ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇടൂട്ടാ. കാരണം ഉഴുന്നും പരിപ്പ് നല്ലതാ നമുക്ക്. അപ്പൊ ഉഴുന്നും പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് അതൊന്ന് ഇതായി വരുമ്പോ നമ്മൾ അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ചുവന്നുള്ളിയും ഒക്കെ കുറേശ്ശെ അതിലിട്ടിട്ട് നമ്മൾ മൂത്ത് വരുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും കൂടി അതിലിടും. ചുവന്നമുളക് ഞാൻ തീരെ ഇടില്ല കേട്ടാ. എനിക്ക് കീമോ കഴിഞ്ഞതിന്റെ ശേഷം ചുവന്നമുളകുള്ള കറി അല്ലെങ്കിൽ എരിവ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പരമാവധി പച്ചമുളകുള്ള കറികളാണ് ഞാൻ കൂടുതൽ ഇപ്പൊ ഉപയോഗിക്കണത്. ഇതൊക്കെ നന്നായി വാടി വരുമ്പോ നമ്മൾ ആ വപ്പക്കായ അതിലിട്ടിട്ട് തട്ടിപ്പൊത്തി ഒതുക്കി നമ്മളത് മൂടി വെക്കുക. അത് മൂടി വെച്ചിട്ട് അതൊന്ന് വേവാറാവുമ്പോ അതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഒതുക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഒലർന്ന കറിയായിട്ട് വരും. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇതിനൊരു ചാറ് കൂട്ടാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. വീട്ടിലിപ്പോൾ ഇവിടെ പച്ചമോരിരിക്കുന്നുണ്ട്. അപ്പൊ അതില് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അതൊരു ചാറായി. ഇതൊരു ഉപ്പേരിയാവും ചെയ്തു. പിന്നെ പപ്പടം വറക്കേ ഉണക്കമീൻ എടുക്കുക എന്തേലും ചെയ്താൽ നമ്മുടെ ഒരു നേരത്തെ കാര്യം ഇങ്ങനെ കഴിഞ്ഞു പോകും. അപ്പൊ നിങ്ങളും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിട്ടാ.